വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സാറ്റർഡേ വീഡിയോ ആണ് ഗൈസ്. നാളെ സാറ്റർഡേ അപ്പം സാറ്റർഡേ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ രാവിലെ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ 2-3 വീഡിയോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ ബ്രഷൊക്കെ ചെയ്തു, പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം ചെയ്തതിന് ശേഷം അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കിയത് ഇന്ന് പഴംപൊരിയാണ് ഗൈസ്. ചൂട് പഴംപൊരിയും ചൂട് കട്ടനും കൂടെ ഒരു പിടിക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പഴംപൊരി കഴിക്കട്ടെ ഗൈസ്. പഴംപൊരി ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളതല്ലേ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റായിരുന്നു ഗൈസ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അതും സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഒരുപാട് എണ്ണമയമൊക്കെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ സൂപ്പറായിരുന്നു. അപ്പോൾ അമ്മയും നീനും ഒക്കെ ഇരുന്ന് കഴിക്കുകയാണ് ഗൈസ്. അങ്ങനെ അമ്മയും നീനും കടയിൽ പോയി കേട്ടോ. അപ്പോൾ ഉച്ചവരെ എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് വീട്ടിൽ കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ ഇരുന്ന് ബിസ്ക്കറ്റും ചായയും കുടിക്കുകയാണ് കേട്ടോ. ചായയല്ല കട്ടൻ. അപ്പോൾ ഞാൻ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തതിന് ശേഷം കട്ടനൊക്കെ ഇട്ടു 50-50 ബിസ്ക്കറ്റും കൂടെ കൂട്ടി ഒരു തട്ടും പിടിയായിരുന്നു ഗൈസ്. ബിസ്ക്കറ്റ് ഇഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ 50-50 ആണ്. ഞാൻ അങ്ങനെ വേറെ ബിസ്ക്കറ്റുകളൊന്നും കഴിക്കാറില്ല, എനിക്കിതാണ് ഇഷ്ടം ഗൈസ്. ഗൈസ് 1 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് കഞ്ഞി കുടിച്ചായിരുന്നു കേട്ടോ. ചൂട് കഞ്ഞി, പിന്നെ തലേ ദിവസം വെച്ച ചൂര മീൻകറി വറ്റിച്ചതും, പിന്നെ അതുപോലെ തന്നെ ഇന്ന് മേടിച്ച മീൻ കേട്ടോ. ഞാൻ 2 മീനെടുത്ത് പൊരിച്ചായിരുന്നു ഗൈസ്. ചൂര മീനിൻ്റെ കൂട്ടത്ത് കോമ്പിനേഷനായിട്ട് ചാള കൂടെ പൊരിച്ച് നല്ല രീതിയിൽ തട്ടി ഗൈസ്. അപ്പോൾ നിങ്ങൾക്കും കഞ്ഞിയൊക്കെ വീട്ടിൽ വെക്കുമ്പോൾ അതായത് തലേ ദിവസത്തെ കഞ്ഞി, ചമ്മന്തി, അച്ചാർ ഇതൊക്കെ കൂട്ടി അടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. അങ്ങനെ ഞാൻ റെഡി ആയതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ കേട്ടോ. എളുപ്പ വഴിയാണ് കേട്ടോ ഈ കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിലേക്കൂടെ പോകുന്നത് ഗൈസ്. കടയിൽ പോയിട്ട് വരട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ കടയിലൊക്കെ പോയിട്ട് വന്നപ്പോഴേക്കും മീഷോന്ന് ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ആ സാധനം. കലണ്ടറൊന്നും അല്ല കേട്ടോ. അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, എന്താണെന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ മീഷോ എനിക്ക് കൊണ്ടു തന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ആകാംക്ഷയിലാണ് ഗൈസ്. എനിക്ക് 1-2 പ്രാവശ്യം മീഷോ എന്നെ പറ്റിച്ചു ഗൈസ്. കാരണം ഞാൻ ഓർഡർ ചെയ്ത സാധനമല്ല എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് റിട്ടേണൊക്കെ അയക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കലണ്ടറൊന്നുമല്ല, വെയിറ്റ് ചെയ്യൂ, ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ എന്താണെന്നുള്ളൊരു ആകാംക്ഷയിലാണ് കേട്ടോ ഞാനും. കാരണം ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെയാണ്, പക്ഷേ ഓർഡർ ചെയ്യുന്ന സാധനം ചില സമയത്ത് റിട്ടേണൊക്കെ അയക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയായിരുന്നു. പക്ഷേ എന്നെ ഈ പ്രാവശ്യം മീഷോ എന്നെ പരിച്ചിട്ടില്ല ഗൈസ്. ഞാൻ ഓർഡർ ചെയ്ത കറക്റ്റ് മോഡലുള്ള സാധനമാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഈ കളറ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ കളർ മേടിച്ചത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ, പിന്നെ ഇതുപോലെ വീട്ടിൽ നമുക്ക് ഭംഗി കിട്ടാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ച് വെക്കാം ഗൈസ്. അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. വീഡിയോസൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഓർഡർ ചെയ്ത് മേടിച്ചത് കേട്ടോ. 137 കേട്ടോ. 137 കേട്ടോ ഈ സ്റ്റിക്കറിന്. അപ്പം നമുക്ക് ഇഷ്ടാനുസരണം നമുക്കിത് ഇളക്കി നമ്മുടെ ഇഷ്ടാനുസരണത്തിനുള്ള മോഡൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഗൈസ്. ഇതാണ് ഞാൻ മീഷോന്ന് മേടിച്ചത്. എന്തായാലും എനിക്ക് ഈ പ്രാവശ്യം എന്നെ മീഷോ പറ്റിച്ചിട്ടില്ല, അതുകൊണ്ട് ഐ ആം ഹാപ്പി. അപ്പോൾ ഗൈസ് ഞാൻ കടയിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഫ്രഷ് ആയതിന് ശേഷം ഉച്ചത്തെ ഫുഡ് കഴിക്കുന്ന ഏകദേശം 6 മണിക്ക് ശേഷമാണ് കേട്ടോ. ചൂരമീൻ പൊരിച്ചതുണ്ടായിരുന്നു, പിന്നെ ബീട്രൂട്ട് തോരനുണ്ടായിരുന്നു, പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഗൈസ്. രാത്രി കഴിച്ചതെന്ന് പറഞ്ഞാൽ ദോശ, ചമ്മന്തി, കട്ടൻ, ഇതെല്ലാം കൂടെ കൂട്ടി ഒരു തട്ടും പിടിയൊക്കെ ആയിരുന്നു ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ദോശയും ചമ്മന്തിയൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇത്രയുള്ള വീഡിയോ.